അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. മുനവ്വർ ഹുദവി അല്ലേ? ആ, അതെ അതെ. ആരാണ്? സൽമാൻ അസേരിയാണ്. ആ, അതെ അതെ. ആയിക്കോട്ടെ. പിന്നെ ഞാന് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. എന്തായിരുന്നു? നിങ്ങളിപ്പോ എവിടെ ജോലി ചെയ്യണേ? ഞാനിപ്പോ നമ്മളെ സംസ്ഥാനത്തിലാണ്, ഓഫീസിലാണുള്ളത്. നിങ്ങള് പിന്നെ ചേളാരി. ഞാന് ഓക്കെ ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങള് മറ്റേ എവിടെ അല്ലേ, കാളിയാവല്ലേ? അതെ, കാളികാവ്. കറക്റ്റ് സ്ഥലം മാളിയേക്കലാണ്, ആ, കാളികാവ് ഓക്കെ മാളിയേക്കൽ. ഓക്കെ. ഞാൻ വിളിച്ചത് ഞാൻ പറയാം. പറഞ്ഞോളൂ, ഇപ്പോ എന്തായിരുന്നു? നമ്മളെ ഈ SMFന്റെ കീഴില് പിന്നെ ഒക്കെ ആ ചില ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോ അതെ അതെ. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഏതെങ്കിലും നിലക്ക് ആ, ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ പല ഭാഗത്തും ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അവർക്ക് ആധിപത്യമുള്ളടത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അതെ അതെ. ഭാഗമായിട്ട് ഉസ്താദ്മാരൊക്കെ ഇപ്പോ പല ആളുകളും അതെ. എന്റെ പരിചയത്തിലുള്ള ചില ഹുദവി സുഹൃത്തുക്കളൊക്കെ തന്നെ അത്തരം ചില വിഷയങ്ങളൊക്കെ പങ്കുവച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ അറിയാനിടയായത്. അതായത് ആ നിങ്ങൾ പാണക്കാട് ഹാദിയയിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് ഞാൻ കേട്ടിരുന്നു. അത് ശരിയാണോ? അതെ. ഞാന് നമ്മളെ ദാറുൽ ഫസ്റ്റ് 10 വർഷം തൂതയിൽ പഠിച്ചു. പിന്നെ 2 വർഷം ദാറുൽ PG പഠനത്തിന് ശേഷം നേരെ ഹാദിയ CSE ഉണ്ടായിരുന്നത്, പാണക്കാട്. പാണക്കാട്. അതെ. ഉം. പാണക്കാട് കഴിഞ്ഞിട്ടുള്ള എടായിപ്പാലം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, പാണക്കാട്. അതെ. ആ, ഓക്കെ. അവിടെ നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയത് മുതൽ അങ്ങനെ ഒരു 3 വർഷം, ഞാൻ ഉദവിയായിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ആ 3 വർഷം അവിടെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ശരിയാണ്. ഓക്കെ. പിന്നെ ഞാന് ഒരു വിവരം കേട്ടു. നിങ്ങളുടെ എന്താ ഈ ഹുദവി സനത് അവര് തിരിച്ച് ചോദിച്ചുന്നോ വാങ്ങിന്നോ അങ്ങനെ എന്തോ ഒരു വിവരം. എന്താ അതിന്റെ കൃത്യമായ വിവരം? ആ അത് ഞാനിങ്ങനെ അതിന്റെ ഒരു വിഷയം പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട്. പല ആളുകളും ഇപ്പൊ നാട്ടിലും അത് വീട്ടിൽ വന്ന് അത് ഉമ്മാനൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടേതാണ്. അത് ഉമ്മാനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട്ടുകാർക്ക് ഇപ്പൊ എന്താ അതിന്റെ സംഭവം എന്ന് അറിയില്ലല്ലോ. എന്താണ് അങ്ങനെ സനത് തിരിച്ചു വാങ്ങാൻ മാത്രം നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? എന്താണ് അതിന്റെ കാരണം? ഇപ്പോ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവില് സമസ്ത വിരുദ്ധ എഴുത്തുകള്, പ്രസംഗങ്ങള്, പല ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകള്, സ്വകാര്യമായിട്ട് രഹസ്യ യോഗങ്ങൾ നടത്തുന്ന പല ഹുദവി ജ്യേഷ്ഠ സുഹൃത്തുക്കൾ നമുക്കറിയാം. ഒരുപാട് ആളുകൾ ഹുദവികൾ ഉണ്ട്, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾ എന്തായാലും ഉണ്ട്. ഇപ്പൊ SMFന്റെ പേരിലായാലും മറ്റു ഖാദി ഫൗണ്ടേഷന്റെ പേരിലായാലും ഒക്കെ രഹസ്യയോഗങ്ങൾ കൂടി ഉസ്താദ്മാർക്കെതിരെ സമസ്തയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. കൂട്ടത്തിൽ ആളുകളെ പേരൊന്നും അറിയാത്ത തന്നെ ആളുകൾക്ക് വ്യക്തമായിരിക്കും. മാത്രമല്ല, അപ്പൊ ഇതിന്റെ പേരിൽ ഉദവികൾ തന്നെ അല്ലെങ്കിൽ ഇത്തരം ബിരുദധാരികളായ ആളുകൾ സമസ്തക്കെതിരെ എഴുതുമ്പോൾ സ്ഥാപനം ഇതിനെതിരെ ഒരു നടപടി എടുക്കുകയെ, മാത്രമല്ല ഈ ഇവരെ സനതൊന്നും വാങ്ങാതെ സമസ്തയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരില്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ സമസ്തയെ എതിർത്തതായിട്ടോ സമസ്തയുടെ നിലപാടുകൾക്കെതിരെ പറഞ്ഞതായിട്ടൊന്നും അതിന്റെ പേരിലല്ല ഇവർ വാങ്ങിയെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് വാങ്ങിയെന്നുള്ളത് തന്നെയാണ് ഇപ്പോ വീട്ടുകാർക്കും സംശയം, അതിലുപരി എനിക്കും സംശയം. അല്ല, ഈ ഉം. സനത് തിരിച്ചു വാങ്ങാന് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് സനത് ആവശ്യപ്പെട്ട് തിരിച്ചു വാങ്ങിയത് എന്നവർ വല്ല കാരണവും പറഞ്ഞോ? അത് ഞാനങ്ങനെ ഉദാഹരണം ഇവര് സനത് നേരിട്ട് വന്ന് ഞാനല്ല സനത് കൊടുക്കുന്നത്. പല ആളുകളും ഇപ്പോ നല്ല നമ്മളോട് ബന്ധം പുലർത്തുന്ന ഉദവി സുഹൃത്തുക്കൾ, എന്റെ പരിചയക്കാരായ സീനിയർ ഉദവികളുണ്ട്. അതുപോലെ തന്നെ ഇതില് നമ്മളെ സമസ്താനുകൂലികളായ കട്ടക്ക് സമസ്തക്കൊപ്പം നിൽക്കുന്ന നമ്മളെ തങ്ങൾ ഉസ്താദിന് ഇവരൊക്കെ ശരിക്ക് അവരുടെ നിലപാടുകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഉദവികൾ പല ആളുകളും ചോദിക്കുന്നുണ്ടല്ല, നിങ്ങള് സനത് കത്തിച്ചു എന്നുള്ള ഒരു ഇത് കേട്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ എന്താ കൂട്ടം, എന്താ സനത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇത് അവിടെ തസവൂറാണല്ലേ, എന്തെങ്കിലും വിഷയത്തിൽ എനിക്ക് തോന്നില്ല. അപ്പോ ഞാൻ ചോദിച്ച എന്താണ് അങ്ങനെ പറയാൻ കാരണം. ഇവര് ഉദയ പ്രദേശ് ഗ്രൂപ്പിലും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ ഒരു വിഷയം. പല ആളുകളും ഇവർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ബാബുദ്ദീൻ ഉസ്താദിന്റെ ചാമ്പറിൽ കൊണ്ടുപോയി കത്തിച്ചല്ലോ, മാത്രമല്ല നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ സമസ്തയുടെ ചില വിഷയങ്ങളിലൊക്കെ ഉദവികൾക്ക് എതിർപ്പുണ്ട് എന്നുള്ളതിന് നിങ്ങൾ അതിനെതിരാണ്. മാത്രമല്ല ചില വിഷയങ്ങളിൽ ഇപ്പൊ തിരുത്ത് നടത്തി, അതിനോട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൈതൃകം പാണക്കാട് അവിടെ നടത്തിയ സമയത്ത് അതിനോട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് അതല്ലെങ്കിൽ SMF ഭരണഘടന തിരുത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉസ്താദിനെതിരായി. മാത്രമല്ല നിങ്ങൾ സമസ്തക്കൊപ്പമാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരോട് തന്നെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഉസ്താദിന്റെ ചാമ്പറിൽ കൊണ്ടുപോയിട്ട് ഇത് കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത് ഞാൻ അതിന്റെ വിഷയം
ഇങ്ങനെ കേട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഗ്രൂപ്പിൽ പല ചർച്ചകളും നടക്കേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ പിന്നെ ഈ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ കുറെ എണ്ണി പറഞ്ഞല്ലോ, അതിനോടൊക്കെ ഞാൻ എതിരാണ്. കാരണം നമ്മളെ കൺമുന്നിൽ ഒരുപാട് രഹസ്യ യോഗങ്ങൾ നടന്നതും തിരുത്ത് നടന്ന സമയത്ത് തന്നെ നമുക്കറിയാലോ, ബാദ്ദീൻ ഉസ്താവും ഷാഫി ഹാജിയും അവിടെ വന്ന് പിന്നെ നിങ്ങളെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞ്, മാത്രമല്ല വൈകുന്നേരം പരിപാടിയിൽ ഷാഫി ഹാജി പങ്കെടുത്തു. ബാവാക്ക എന്നാണ് ഞങ്ങളൊക്കെ പിന്നെ ഇവര് വിചാരണയിലും ചോദിക്കുന്നത് ഈ ആശിഫ് സനായി ആരാണ്, മുമ്പ് പരിചയമുണ്ടോ, എങ്ങനെയാണോ അതല്ലെങ്കിൽ എന്റെ ആരാണ്, ആ രീതിയിലാണ് ഇവർ ചോദ്യം. അപ്പൊ ഇതാണ് ഇവർ ഫോക്കസ് ചെയ്യാൻ കാരണം. മാത്രമല്ല ഈ വിചാരണയിൽ തന്നെ അല്ലെ ഈ ചോദ്യം ചെയ്യലിൽ തന്നെ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അതിലുള്ള ഒരു ഉദവി പറയുന്നുണ്ട്, നമ്മളെ പിന്നെ ഷെരീഫ് ഉദവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദവി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇജ് ജാമ്യയില് പട്ടിക്കാട് ജാമ്യ സമ്മേളനത്തിനും പിന്നെ ഇജ് വന്നിരുന്നില്ല, അത് മൂപ്പരെ കൂടെ ആയിരുന്നില്ലേ, അപ്പൊ എന്നിട്ട് നിങ്ങള് പിന്നെ പരിപാടിയിൽ പിന്നെ കൂടെ ഇങ്ങനെ പങ്കെടുത്തിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, അല്ല അവർ അഞ്ചാളുകൾ ഇങ്ങനെ പിന്നെ എന്തൊരു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവര് മുമ്പ് തന്നെ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ ആരൊക്കെയാണ് കൂടെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവര് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ടീം വിളിച്ച് ഓലാദ്യം പിന്നെ ഞാൻ രാവിലെ വരുന്നതോടുകൂടെ ഇവര് ചോദ്യം ചെയ്തതാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ്ടായ സാഹചര്യം. ഓക്കെ, പിന്നെ ആ ഇവര് പിന്നെ നിങ്ങളെ മാത്രമല്ല അവർ പറയുന്നുണ്ട്, ആ അങ്ങനെ ഇവര് പിന്നെ ചോദിക്കുന്ന സമയത്തൊക്കെ പറയണ്ടേ ഈ മുമ്പും ഇതേപോലെ തന്നെ ജാമ്യയിൽ ഒരു പൈതൃക, അപ്പൊ പൈതൃകം തന്നെയാണ് വിഷയം. അപ്പൊ പൈതൃകത്തിന്റെ പരിപാടി നടത്തിപ്പിച്ച് പിന്നെ നാട്ടിലെ ഗ്രൂപ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് മുമ്പ് ഇതേപോലെ തന്നെ, അപ്പൊ മാത്രമല്ല ഈജ് ഇങ്ങോട്ട് കയറിയ അവസരത്തില് ഈജ് ഗ്രൂപ്പിലൊക്കെ CIC-ക്ക് എതിരായിട്ട് ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നെ ഉസ്താദ് നമ്മളെ ഉസ്താവും ബാവുദ്ദീൻ ഉസ്താവും പിന്നെ ബാവാക്കെന്നും ഉള്ളോടത്തല്ലേ ഉള്ളത്, അതിന് പകരം CIC പിന്നെ വിരുദ്ധമായ പോസ്റ്റുകൾ ഇജ് PG ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു എന്ന് പല ആളുകളും മുമ്പ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അറുതൊക്കെ ഒരു സർക്കുലറൊക്കെ ഇറക്കിയിരുന്നല്ലോ, എല്ലാവരും സമസ്തന്റെയും നിലപാടിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നുള്ളത്. ഷാഫിയാജിനെ പറയാറുള്ളത് ബാവാക്ക പങ്കെടുത്തതൊക്കെ നമുക്കറിയില്ലേ. ഞാൻ അതിനോട് എതിരാണ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം സ്റ്റാഫായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ തന്നെ പൈതൃകത്തിന്റെ വിഷയത്തിലും പറയല് പാണക്കാട് കുടുംബത്തിന് പിന്നെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി നടത്തിയെങ്കിലും എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത് മാത്രമല്ല പിന്നീട് വിവാദങ്ങളായതൊക്കെ അറിയാലോ. ആ വിഷയത്തിലൊക്കെ ഞാൻ പിന്നെ സമസ്തക്കൊപ്പം തന്നെയാണ്, അത് ശരിയാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കത്തിച്ചു എന്നുള്ളതോ ഞാൻ കേറി എന്നുള്ളതോ കൊണ്ടേ കൊടുത്തു എന്നുള്ളതൊക്കെ ഞാൻ മുമ്പും ചില ആൾക്കാർ എനിക്ക് വിളിച്ചിരുന്നു. ഞാൻ അവരോടൊന്നും ഉദയവേള പേര് പറഞ്ഞില്ല, കാരണം വിളിക്കണോനിപ്പോ മറ്റേ ഉദയവേള പേര് പറഞ്ഞിട്ടും കാര്യമല്ലോ. പേരിപ്പോഴും ഞാൻ പറയില്ല, കാരണം ഈ പിന്നെ ഇന്നെ പോലെ എന്നല്ല, ഒരുപാട് ആളുകൾ ഇവര് പിന്നെ സൈബർ ബുള്ളിങ് നടത്തിയിട്ടും അല്ലെങ്കിൽ പല നുണകൾ പ്രചരിപ്പിച്ച്, മാത്രമല്ല നിരന്തരം വാട്സപ്പിൽ കോൾ ചെയ്യുക, പിന്നെ മുമ്പ് നമ്മള് തലപ്പാവ് വെട്ടുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുക ഗ്രൂപ്പില്. അപ്പൊ ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല ആളുകളും നമ്മളോട് ഇങ്ങനെ വിഷമം പറയുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നല്ല അടുത്ത ആളുകളൊക്കെ. അപ്പൊ മാത്രമല്ല ഇനി ഉദവികളെ പേര് പറഞ്ഞാല് അതൊരു വിഷമാവും. അവരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യൂലേ? പിന്നെ അവരെ ടാർഗറ്റ് ചെയ്ത് മാത്രമല്ല, ഇപ്പൊ ഇതിന്റെ വിഷയത്തില് പിന്നെ ഞാൻ സനത് കൊണ്ടേത് പറയാലോ, അപ്പൊ സനദിന്റെ വിഷയത്തിൽ ഞാൻ പിന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, എന്നോടത് പിന്നെ ദാറുദയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, ഇപ്പോ ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ കൊണ്ടുവരാൻ കഴിയൂല, വാപ്പ പിന്നെ എന്നാ വാപ്പ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വാപ്പ കാലിന് കയ്യിന് സുഖമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ വാപ്പാക്ക് ഇപ്പൊ കൊണ്ടുവരല് പോസിബിൾ അല്ല, ഒരു മഗ്‌രിബിന്റെ നേരമായിരുന്നു അത്. അപ്പൊ ഞാന് പിന്നെ കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് വീട്ടില് പിന്നെ ഇവിടെ ഉള്ള ഒരു ഹുദവി, ആ ഹുദവിന്റെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം, കാരണം ഇവര് സമസ്ത അനുകൂലികളായ ഹുദവികളെ ടാർഗറ്റ് ചെയ്യണ പോലെ ഉം, സമസ്ത വിരുദ്ധരായ ഹുദവികളെ ടാർഗറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കാലോ. ഉം. അടക്കാക്കുണ്ട് സ്കൂളിൽ അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബദറുദ്ദുജ ഹുദവിയാണ് ഈ കൊണ്ടുപോയ ഫുലാൻ. ആ. അപ്പൊ വീട്ടിൽ വന്നു, ഒപ്പം ഒരാൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്, കാരണം എന്റെ ഫോണൊക്കെ ഇവർ വാങ്ങി വെച്ചിരുന്നു. അല്ല, അത് പിന്നെ ഇങ്ങനെ സാറേ ഒരു മിനിറ്റ്. ആ ഇതൊക്കെ ഇപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് സനത് അവർ തിരിച്ചു വാങ്ങിയ ശേഷം നിങ്ങളുടെ വാട്സപ്പ്, ഈ ഹുദവി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റുമൊക്കെ അവർ നടത്തിയ ചില ദുഷ്പ്രചരണങ്ങളാണ്, കളവുകളാണ്. നിങ്ങൾ അതെ പിന്നെ നിങ്ങൾക്ക് എതിരല്ലേ? നിങ്ങൾ പിന്നെ സനത് അവിടെ വഹാബുദ്ദീൻ ഉസ്താദിന്റെ അടുത്തുകൊണ്ടേ കത്തിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സനത് വാങ്ങിയതിന് അവരുണ്ടാക്കുന്ന പച്ച കളവുകളായ ന്യായവാദങ്ങളാണ്. അതെ അതെ ഞാൻ ചോദിച്ചതിൽ ആദ്യം ചോദിച്ചതിന് എനിക്കൊരു ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടിയ തിരക്കില്ല. അതായത് അതെ, നിങ്ങൾ ഇപ്പോ നിങ്ങളെ ഈ ഹുദവി സനത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി സനത് കൊടുത്ത ശേഷം ആ സനത് തിരിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളുണ്ട്. ഒന്ന് ആദർശ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആദർശ വിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ
ആ ദീനീയായ ചുറ്റുപാടുകളുമായി ബന്ധപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ഇയാൾ വഴിമാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ വിദ്യാർത്ഥി നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് സനത് സ്വീകരിക്കാൻ അർഹനല്ല എന്നുള്ള നിലക്ക് സനത് ആവശ്യപ്പെടാറുണ്ട്. നിങ്ങളുടെ ആ സനത് അവർ അതെ തിരിച്ചു വാങ്ങാൻ എന്താണ് യഥാർത്ഥത്തിൽ കാരണം? അവരെന്താ കാരണം പറഞ്ഞത്? സനത് പിന്നെ വീട്ടിൽ വന്ന് വാങ്ങുന്നതിന് മുമ്പേ സനത് ഉമ്മാന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മളെ ഹാദിയിൽ നിന്ന് ഒരു അഞ്ചംഗ സമിതി പറഞ്ഞാൽ ഒരു 5 ഹുദവികൾ ചേർന്നിട്ട് ഒരു വിചാരണ ഉണ്ടായിരുന്നു. വിചാരണ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചെയ്യൽ, നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇവിടെ പങ്കെടുത്തിരുന്നില്ലേ, മറ്റതിൽ പങ്കെടുത്തിരുന്നില്ലേ, നമ്മളെ സന്ദേശയാത്രക്ക് ഇജ്ജ് സജീവമായിരുന്നില്ലേ, സന്ദേശയാത്രന്റെ കാര്യങ്ങൾ ഇജ്ജ് സ്റ്റാറ്റസ് വെച്ചിരുന്നില്ലേ, അതല്ലെങ്കിൽ പൈതൃകത്തിൽ പരിപാടി നടത്തിയിരുന്നല്ലോ ഈ നമ്മളെ ഇവിടെ പാണക്കാട്. പാണക്കാട് വെച്ച്. അപ്പൊ പൈതൃകത്തിൽ ഇജ്ജ് പങ്കെടുത്തിരുന്നു, അതല്ലെങ്കിൽ ഇജ്ജ് നമ്മള് ഹാദി തന്നെ നടത്തിയ ഹുദവികൾ നടത്തിയ തിരുത്തിൽ ഇജ്ജ് വന്നിരുന്നില്ല. അപ്പൊ ഒരു ഹുദവി തന്നെ ക്ലിയർ ചെയ്തു, പിന്നെ തിരുത്തിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇജ് പിന്നെ ഇതിന് ഞങ്ങൾക്ക് എതിരാണോ, അതല്ലെങ്കിൽ ഹാരിസ് ഉസ്താദ് പ്രസംഗിച്ചതിനോട് എതിരാണോ, അന്ന് പിന്നെ പൈതൃകം പ്രസംഗിച്ചതിന് ശേഷം ഇതുപോലെ എങ്ങനെയാണ് പറഞ്ഞ് ഫൈസി അതിന് ശേഷം ഒരു പ്രസംഗം നടത്തിയിരുന്നല്ലോ, ആ പ്രസംഗത്തിന് ഇജ്ജ് അനുകൂലിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു എന്താ പറയാ, ഏകദേശം ഒരു ദിവസം എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ദിവസത്തെ വിചാരണ. ആ വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മുമ്പിൽ നിന്നാണ് സനത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതും, അല്ലെങ്കിൽ ഓക്കെ ഉസ്താദ്, അതിന്റെ സനത് ഇടയ്ക്ക് ഒരു കാര്യം പിന്നെ ഇവിടെ. ചോദിക്കട്ടെ. അതെ അതെ പറഞ്ഞോളി. ഈ നിങ്ങളെ അങ്ങനെ ചോദ്യം ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് തങ്ങൾ ഉസ്താദിന്റെ സന്ദേശ യാത്രയിൽ പങ്കെടുത്തതിനും അതുപോലെ സമസ്തയുമായി അതെ ബന്ധപ്പെട്ട പരിപാടികളിൽ സജീവമായതിനും അതൊരു കുറ്റമായി കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ അവർ ചോദ്യം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അതായത് ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവർ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുക. അതെ അതെ എന്താണ് എന്നോട് ഇവര് നിങ്ങളിലേക്ക് പറഞ്ഞത് അങ്ങനെ അവർ ഫോക്കസ് ചെയ്യാനുണ്ടായ സാഹചര്യം? അതെ, എനിക്ക് പിന്നെ എന്താ അതിന്റെ ഫോക്കസ് പോയിന്റ് എന്നുള്ളത് ഇവര് ഈ വിചാരണ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം പിന്നെ ഈ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ്, പിന്നെ ഫൈസി പ്രസംഗിച്ചതിനെതിരെ എന്റെ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ്, ഈ പൈതൃകത്തിൽ പങ്കെടുത്തിരുന്നോ, തിരുത്തിൽ പങ്കെടുത്തിരുന്നോ, അങ്ങനെ ആ രീതിയിലുള്ള പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനം നടത്തണില്ലേ, അല്ലെങ്കിൽ പിന്നെ നടത്തേണ്ട ഒരു ആവശ്യകത പോലെ ചോദിക്കുകയാണ്. മാത്രമല്ല സമസ്ത പിന്നെ പ്രോഗ്രാമുകളിൽ ഇപ്പോ നേരത്തെ തഹയ്യ അതില് പിന്നെ സജീവമായിട്ട് അതിന്റെ സ്റ്റാറ്റസുകളും അതിന്റെ കാര്യങ്ങൾ നടത്തിയതിനെ പറ്റിയിട്ട് അതിൽ ഓല് പരസ്പരം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു 5 ആളുകൾ കൂടിയിട്ട് അവർ തന്നെ പിന്നെ ഓൻ അങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തിട്ടില്ല, മറ്റേതിൽ പങ്കെടുത്തിരുന്നു സന്ദേശയാത്രക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഈ സന്ദേശയാത്രക്ക് ഈ പിന്നെ ഹാദിയ എന്നല്ല, പ്രത്യേകിച്ച് ദാറുൽഹുദന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ഒരു ഓഫീസാണത്. മാത്രമല്ല ഇവര് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസ്ഥാനന്റെ ലാബിൽ തന്നെയാണല്ലോ. പക്ഷെ അതിനു പകരം നേരെ ഇതിൽ പങ്കെടുത്തതൊക്കെ, മാത്രമല്ല ഞാൻ എന്റെ പിന്നെ അവകാശമായ CL 15 CL ആണല്ലോ ഉള്ളത്. ആ 15 CL ഒരു CL എടുത്ത് പോകാൻ ആർക്കും അവകാശമുണ്ട്, ഇഷ്ടമുള്ള അടുത്തൊക്കെ പോകാലോ. അതും സന്ദേശയാത്രക്ക് പോയി അതില് ആ വിഷയങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെ ഇതിന് ഒരു ഡാറ്റ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. തങ്ങൾ ഉസ്താദിന്റെ സന്ദേശയാത്രയിലും മറ്റും പങ്കെടുക്കുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ട് ലീവ് എടുത്തുകൊണ്ട് നിങ്ങൾ പോവുകയും പിന്നെ തഹിയ്യന്റെ വിഷയം ഫണ്ട് സമാഹരണത്തിന്റെ സ്റ്റാറ്റസ് വെച്ചതും ഇതൊക്കെയാണ് ഇപ്പൊ അവർക്ക് നിങ്ങളോട് ചൊടിക്കാനുണ്ടായി. നിങ്ങളുടെ സംസാരത്തിൽ അവർ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ എന്നാലും ഇപ്പൊ കുറെ ഹുദവികൾ ഉണ്ടല്ലോ, സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഹുദവികൾ തന്നെ ധാരാളം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പലരും പിന്നെ ഇവരുടെ ഈ ഷെറ് ഭയപ്പെട്ടിട്ട് മൗനം വലിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതെ അതെ ഇവരിങ്ങളിലേക്ക് അതെ. ഫോക്കസ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, ആ സാഹചര്യം എന്താണെന്ന് ഞാൻ ചോദിക്കണേ. അതായത് മുമ്പും ഞാനിപ്പോ ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാകുന്നതിന്റെ ദിവസം മുമ്പ്, ഈ ചോദ്യം ചെയ്യുന്നതിന്റെ ഒക്കെ 2-3 ദിവസം മുമ്പ് ഞാൻ നമ്മളെ പാണക്കാട് തന്നെയുള്ള അവിടെ പാണക്കാട് യൂണിറ്റ് സെക്രട്ടറി ഒക്കെ ആയ SKSF സെക്രട്ടറി ആയ ആഷിഫ് സനായി, ഞാൻ അവിടെ ഉണ്ടാകുമ്പോഴും ചിലപ്പോ SKSF വിഷയങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയലും മറ്റൊക്കെ ഉണ്ട്. കാരണം സംഘടന ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഏത് നാട്ടിലെത്തിയാലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയലും അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല അപ്പൊ ആഷിഫ് സനായുമായിട്ട് ഞാൻ അന്ന് രാത്രി ശനിയാഴ്ച രാത്രിയാണ് എന്റെ ഓർമ്മ, ശനിയാഴ്ച രാത്രി സിയാറത്തിന് പോയിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ച ഏതായാലും 100-ാം വാർഷികല്ലേ, അപ്പൊ KK അബൂബക്കർ ഹസരത്ത് അവരുടെ മക്ബറ, പിന്നെ അതിനുശേഷം താനൂര് പോയിരുന്നു. അപ്പൊ താനൂര് സ്ഥാപനത്തിലെത്തി. അവിടെ ഇവിടെ നമ്മള് ഇസ്ലാമിലോ? അവിടുത്തെ താനൂർ ഇസ്ലാഹിൽ പോയി, നമ്മളെ ബ്രാഞ്ച് തന്നെയാണ്. അപ്പൊ അവിടെ പോയതിനു ശേഷം അവിടെ മക്ബറൊക്കെ സിയാറത്ത് ചെയ്തു. അവിടെ മക്ബറ സിയാറത്ത് ചെയ്ത് അതിന് ശേഷം ലൈബ്രറി
ഒന്ന് പോയി കണ്ടു. കാരണം ഒരുപാട് ഗ്രന്ഥങ്ങളും മറ്റൊക്കെ ഉള്ളത്. ഞാൻ അവിടെ മുമ്പ് കയറിയിട്ടുണ്ട്. പിന്നെ ആഷിഫ് സനായിക്കും അവിടെ കയറണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായപ്പോ അവിടെ പിന്നെ ഒന്ന് നോക്കാലോ ആരെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അവിടെ റൗള നമ്മളെ സ്വർണ്ണലിപിയിലുള്ളതെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനും ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് കയറി കണ്ടു. പിറ്റേന്ന് രാവിലെയാണ് എനിക്കൊരു ഹുദവി മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഇജ് ഒരു ഷജറിന്റെ കൂടെ ആയിരുന്നോ പിന്നെ ഇന്നലെ വന്നിരുന്നത്? നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇജ് ഓൾറെഡി ഷജറാണോ, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഷജറിന്റെ കൂടെ ഇങ്ങനെ വന്നത്? ഓനിങ്ങനെ പിന്നെ ഷജറ പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരാളാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഓന്റെ കൂടെ? അപ്പോ സ്വാഭാവികമായിട്ടും ആരെ കൂടെയാണ് ഇയാള് പിന്നെ വന്നത്? അപ്പൊ ആഷിഫ് സനായി FB പോസ്റ്റ് ചെയ്തതാണ്, ഇങ്ങനെ താനൂര് ഇസ്ലാഹിലുള്ള പിന്നെ നമ്മളെ ലൈബ്രറി സന്ദർശിച്ചു എന്നുള്ള വിഷയത്തിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇവര് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം, ഇതൊരു ഷജറാണല്ലോ, ഈ ഷജർ എങ്ങനെയാണ് നമ്മുടെ താനൂര് കോളേജിൽ എത്തിയത്, ഇസ്ലാഹിൽ എങ്ങനെയാണ് എത്തിയത്, മാത്രമല്ല അപ്പൊ ആരെ കൂടെയാണ് വന്നത്, അപ്പൊ ഈ ഉദവി, അങ്ങനെ ആ രീതിയിൽ ഒരു ചർച്ച വന്നതാണ് ഇതിന്റെ ഒരു തുടക്കം. മാത്രമല്ല എന്താണെങ്കിലും അങ്ങനെ ചോദിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇവര് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ സമസ്ത അനുകൂല പിന്നെ പ്രവർത്തനങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തതിന് എന്നെ നിരന്തരം വീക്ഷിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഓല് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യങ്ങൾ ചോദ്യം ചെയ്യണത് മറ്റേ പാണക്കാട് ഹാദിയയിൽ വെച്ചിട്ടാണ് അല്ലേ? അതെ അതെ അതെ, അതിൽ അതിലാണ് ആരൊക്കെ അതില് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഹുദവികളോ? ആ അത് പിന്നെ ഹാരിസ് ഹുദവി ഉണ്ടല്ലേ, നമ്മളെ ഹാരിസ് ഹുദവിനെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെ സംഘസ്ഥാനക്കെതിരെ പ്രസംഗിച്ചിരുന്നില്ലേ നമ്മളെ ഇവിടെ വെച്ചിട്ട് ടൗൺ ഹാളിൽ പെരിന്തൽമണ്ണ നടന്ന അല്ല തിരുത്ത് മലപ്പുറത്ത് പരിപാടിയിൽ, തിരുത്ത് മലപ്പുറത്ത് പരിപാടിയിൽ. ഇരുത്തില്. അപ്പോ അന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വാപ്പൊക്കെ ചോദിക്കും, പിന്നെ ഹാരിസ് ഹുദവിയൊക്കെ അല്ലേ പിന്നെ പ്രസംഗിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോ നമ്മള് പറയും അതുപോലെ അങ്ങനെ ആ രീതിയിലൊക്കെ പറയും. ഹാരിസ് ഹുദവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്നു ജലീൽ ഹുദവി, നമ്മളെ ഇവിടെ ഭാഗത്തുള്ള പട്ടിക്കാട് ഭാഗത്തുള്ള ഒരു ജലീൽ ഹുദവി, ഒന്നാം ബാച്ചാണെന്ന് തോന്നുന്നു, ഒന്നാം ബാച്ച്. പിന്നുള്ളത് വിളയിലുള്ള ഒരു സുഹൈൽ ഹുദവി, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഷെരീഫ് ഹുദവി ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മളെ മൊറയൂര് ഭാഗത്തുള്ള ജാഫർ ഹുദവി, ഇവരുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ഫോണൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ ഇതിൽ ഇൻക്ലൂഡ് ആയി. ഇവരൊക്കെ ഹാദിയന്റെ നേതാക്കളാ? അത് പിന്നെ നമ്മളെ ഹാരിസ് ഹുദവിയാണ് ഇതിന്റെ സെക്രട്ടറി. ഹാരിസ് ഹുദവിയുടെ സ്റ്റാഫ് അല്ലെങ്കിലും മൂപ്പര് എനിക്ക് തോന്നുന്നത് ഇതൊരു സ്പെഷ്യൽ സിറ്റിംഗ് ആയതുകൊണ്ട് രാവിലെ തന്നെ വന്നതാണ്. ഒന്നുകൂടി പിന്നെ വിഷയത്തിന്റെ പിന്നെ ഒന്നുകൂടി എന്നോട് പറയുന്ന അവസരത്തിലൊക്കെ ഒരു പരുക്കമായിട്ട് ഗൗരവത്തിൽ സംസാരിച്ചൊരു മൂപ്പരായിരുന്നു. മൂപ്പരുടെ സ്റ്റാഫ് അല്ല, മൂപ്പര് അന്ന് അവിടെ ഉണ്ടായിരുന്നു. മറ്റവരൊക്കെ ഹാദിയയിലുള്ള സ്റ്റാഫുകളാ? മറ്റവരൊക്കെ ഹാദിയുള്ള സ്റ്റാഫുകളാണ്, ഫുൾ ടൈം സ്റ്റാഫുകളാണ്. ഓക്കെ. പിന്നെ ഹുദവി, ഈ ഹാദിയയിൽ വെച്ചിട്ടാണല്ലോ അവര് ആദ്യമായിട്ട് നിങ്ങളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. അവര് എന്താണ് നിങ്ങളോട് ആദ്യയിൽ വെച്ച് ചോദിച്ചത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇത് പിന്നെ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഒരു 5 ആളുകൾ ഒരു വ്യക്തിനെ ചോദ്യം ചെയ്യല്ലേ, അതിനിപ്പോ എത്ര പിന്നെ സ്ട്രോങ് ആയ ആളാണെങ്കിലും ആ സാഹചര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിങ്ങനെ മനസ്സിലാവും. അതായത് 5 ആളുകൾ, സീനിയറായ 5 ആളുകൾ ഇരുന്നിട്ട് ഒരു അടച്ചിട്ട റൂമിൽ ചോദ്യം ചെയ്യുന്നു. അതിൽ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഷിഫ് സനായുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോ പിന്നെ മൂപ്പരുമായിട്ട് നിങ്ങൾ മുമ്പ് പരിചയമുണ്ടോ, അതല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇജ് മെമ്പറാണ്, ഏതൊക്കെ ഗ്രൂപ്പിൽ ഇജ് ഉണ്ട് എന്നുള്ള ബേസിക് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. മൊബൈൽ ഫോൺ വാങ്ങുന്നു. കാരണം മൊബൈൽ ഫോൺ വാങ്ങിയിട്ടാണ് ഇവര് പിന്നെ ഞാനും ആഷിഫ് സനായുള്ള ചാറ്റ് നോക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം ഇതൊക്കെ ഒരു ചീപ്പ് പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളൊരു നമ്മൾ കേൾക്കലുണ്ടല്ലോ. അതായത് അങ്ങനെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്നു, ഞാനുള്ള ഗ്രൂപ്പുകൾ നോക്കുന്നു. അപ്പൊ ഗ്രൂപ്പിൽ നോക്കുന്ന അവസരത്തിൽ പിന്നെ SKSFന്റെ സൈബർ വിങ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. അതൊരു വലിയ ഗൗരവത്തിലോ സൈബർ വിങ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അല്ലേ, അപ്പൊ ഇത് വലിയ SKSFകാരനായിരിക്കും. അതല്ലെങ്കിൽ നമ്മള് പിന്നെ സമസ്ത സെന്റിനറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ, അപ്പൊ അതിൽ അതിന് വേണ്ടിയിട്ട് നല്ല പിന്നെ പ്രവർത്തിക്കുന്ന ആളാണല്ലേ ഇജൊക്കെ വലിയ സമസ്തക്കാരനാണല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ശംസുൽ സ്നേഹം തുടങ്ങിയാണ്, കാരണം അങ്ങനെയാണ്. ആ രീതിയിൽ വരെ സംസാരിച്ചു. പിന്നെ ചോദ്യങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പിന്നെ അനുകൂലിക്കാൻ പറ്റാത്ത രീതിയിലെ പല പ്രോഗ്രാമുകളും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തന്നെ തിരുത്താണ്. എല്ലാവർക്കും അതിന്റെ ഒരു വിഷമൊക്കെ ബോധ്യപ്പെട്ടതാണ്, മനസ്സിലായതാണ്. പിന്നെ തങ്ങൾ ഉസ്താദൊന്നും പിന്നെ അത്രമേൽ പിന്നെ ആരെക്കാളും ഒരു വിഷമം അനുഭവിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. കാരണം ഷാഫിയാജി, നമ്മൾ ബാവാക്കാന്നാണ് പറയാറുള്ളത്, ഷാഫിയാജി വരെ അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ പറഞ്ഞ ചില വിഷയങ്ങളിലൊക്കെ വളരെ പരിഹാസപൂർവ്വം അതിനെ നോക്കി കണ്ട ഒരാളാണ്.
അത് മാത്രല്ല അത് ചോദിക്കുന്നു തിരുത്തിരിച്ച് പങ്കെടുത്തിരുന്നില്ലേ, തിരുത്തിൽ എന്റെ നിലപാട് എന്താണ്. അപ്പൊ ഞാൻ വാട്സപ്പിൽ പിന്നെ തിരുത്തുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉസ്താദിനെതിരെ ഹാരിസ് ഉദവിക്ക് പ്രസംഗിച്ച അതിന്റെ കട്ടിങ്ങുകളൊക്കെ എന്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോ അത് ഇവർക്ക് പിന്നെ അതിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു. പിന്നെ പാണക്കാട് നടന്ന പൈതൃകത്തിനെ പറ്റി ചോദിക്കുന്നു. പൈതൃക ത്തിൽ നടന്ന പല എന്താ പറയാ വൈകൃതങ്ങൾക്കെതിരെയും നമ്മളെ ഉമർ ഫൈസ് ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അത് കട്ടിങ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഉമർ ഫൈസിന്റെ കൂടെയാണോ ഉള്ളത്, അതോ നമ്മളെ കൂടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ CIC വിഷയത്തിൽ പിന്നെ ഇത് ആരെ കൂടെയാണ്, നമ്മളെ പിന്നെ ബാബുദ്ദീൻ ഉസ്താദിന്റെ കൂടെയും ബാവാക്കാന്റെ കൂടെയാണോ, അതോ അപ്പുറത്ത് പിന്നെ ജിഫ്രി തങ്ങളുടെ കൂടെയാണോ ഉള്ളത്, അതൊക്കെ ആ രീതിയിലുള്ള പല പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ച് അതാണല്ലോ ഇതിന്റെ ഒരു ഉം. മർമ്മം. ആ രീതിയിൽ ഇങ്ങനെ ചോദിക്കാണ്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ അവർക്ക് കിട്ടേണ്ടത് പിന്നെ മൊബൈൽ ഫോണൊക്കെ നോക്കുന്നു, സമാന മനസ്കരായ ഉദവികൾ ഉണ്ടോ, സമാന മനസ്കരായ ഉദവികൾ കൂട്ടത്തിൽ അന്ന സപ്പോർട്ടേഴ്സ് ആയി നിൽക്കുന്ന ഉദവികൾ ഇവിടെ ഹാദിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കിട്ടേണ്ടത്. അപ്പൊ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ഒക്കെ മെസ്സേജുകൾ നോക്കുന്നു. കാരണം അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ സ്റ്റാഫായിട്ട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ മാത്രമല്ല വേറെ ഉദവികൾ പിന്നെ ഇതുപോലെ ഉള്ള സമാന മനസ്കരായ ആളുകൾ ഉണ്ടോ എന്ന് ഇവരിങ്ങനെ പിന്നെ പരതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ആളുകളൊക്കെ ഒരു ഇതിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ അടുത്ത് ഒരു ഉദവിയെ ഈ ചാപ്റ്റർ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തോ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു ഉദവിയെ അവിടെ നിയമിച്ചു. കാരണം എന്തുകൊണ്ട്? അത് ഒരുപക്ഷെ സമാന മനസ്കരായ ഉദവികൾ ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ അപ്പൊ അവിടെ ഈ കാര്യങ്ങൾ അവിടുന്ന് അവർ നിങ്ങളോട് ഈ തെഹിയ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്നെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചോദിച്ചോ? അതെ, നമ്മള് ഇപ്പോ സന്ദേശയാത്ര പറഞ്ഞു, അതേപോലെ തന്നെ 100-ാം വാർഷികത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് SKSF പിന്നെ ഗ്രൂപ്പുകൾ ഉള്ളതൊക്കെ പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ തഹയ്യയുമായി ബന്ധപ്പെട്ട് നമ്മള് മുമ്പ് പിന്നെ നമ്മളെ ഉദവി പ്രദേശ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ നിരന്തരം ആന്റി ക്യാമ്പയിനുകൾ ഇപ്പോ അഷ്റഫ് ഉദവി കുറ്റൂർ, ചിലപ്പോ എല്ലാവർക്കും അഷ്റഫ് KC കുറ്റൂർ എന്നുള്ള പേരിൽ ഒരു എല്ലാവർക്കും പരിചയമുള്ള ഒരാളുണ്ടല്ലോ. അങ്ങനെ മറ്റേ രണ്ട് ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് എഴുതി വിടണവനല്ലേ? അതെ അതെ, പിന്നെ അവന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, പിന്നെ നമ്മളെ ഉമ്മത്ത് മുന്നോട്ട് അല്ലെ, അതിന്റെ ഒരു കുറെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ കണ്ടന്റുകൾ പിന്നെ അയക്കുന്ന, അപ്പോ ഇവരൊക്കെ നിരന്തരം ഈ ഉമ്മത്ത് മുന്നോട്ട് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ ഉദയ് പ്രദേശ് ഗ്രൂപ്പിലൊക്കെ ഇവരെ നേതൃത്വത്തിൽ ഒരുപാട് എന്ത് നടക്കുന്നുണ്ട്, ആന്റി ക്യാമ്പയിനുകൾ തഹിയക്കെതിരെ നടക്കുന്നുണ്ട്. അതായത് അപ്പൊ ഈ തെഹിയ്യനെ തഹിയക്കെതിരെ പരാജയപ്പെടുത്താൻ. എങ്ങനെങ്കിലും പരാജയപ്പെടുത്തണം, അതില് പിന്നെ ഫണ്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് മറ്റേ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതില് ഒരുപാട് ആന്റി ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ സമാന മനസ്കരായ ആളുകൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്, കാരണം നമ്മളൊക്കെ സമസ്തയിൽ വളർന്ന ആളുകളാണ്, അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചാളുകൾ പിന്നെ നമ്മളെ കൊണ്ടാകുന്ന അതിൽ കൊടുത്തിരുന്നു. പക്ഷെ അപ്പൊ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നിങ്ങളാണല്ലേ അത് കൊടുത്ത ആളുകൾ. അപ്പൊ എന്നിട്ട് ഇവര് ഇതിന് ശേഷം വിചാരണയ്ക്ക് ശേഷം ബാബുദ്ദീൻ ഉസ്താദിനോട് ഇവർ കൗതുകപൂർവ്വം ഇവർ പറയാണ്, പിന്നെ പക്ഷെ ഇവന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാഷ് ഒക്കെ പിരിച്ചു കൊടുത്തത്. അപ്പൊ തെഹിയ്യക്ക് ഞാൻ കൊടുത്ത വലിയ സംഖ്യ ഒന്നുമല്ല, പക്ഷെ തെഹിയ്യക്ക് കൊടുത്തത് എന്നോ? തഹിയക്ക് കൊടുത്തത്, അതായത് നമ്മൾ കുറച്ച് ഉദവികൾ കൂടിയിട്ട് കൊടുത്തത് വലിയ വിഷയമാണ്. അപ്പൊ ഈ തെഹിയ്യയുമായി ബന്ധപ്പെട്ട് ഈ ഹുദവികൾ അതിന് ആന്റി പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾ സമാന മനസ്കരായ ഹുദവികളൊക്കെ കൂടിയിട്ട് ഈ ഹുദവി പ്രദേശത്തിന്റെ പുറമെ ഇതിന് സഹകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? അതെ, നമ്മള് പിന്നെ കൂടുതലായിട്ടും സമസ്തക്ക് നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യാന്നുള്ള രീതിയിൽ പിന്നെ ഒരുപാട് ആളുകൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് അപ്പോ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കട്ടെ, അതിനുള്ള ഈ കളക്ഷൻ നടത്തി. ഹുദവികളുടെ കൂട്ടത്തില് ഈ ഇപ്പോഴത്തെ ഈ വിഷയത്തില് സമസ്തക്ക് എതിരായിട്ട് ഈ ഒരുതരം ഈ വിമത പ്രവർത്തനം നടത്തുന്നതിൽ മനസ്സ് വിഷമിക്കുകയും സമസ്തയോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഹുദവികൾ ധാരാളം ഉണ്ടോ? ധാരാളം ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് നമ്മളൊരു പിന്നെ ആ രീതിയിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതിനോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അപ്പൊ അല്ല, പിന്നെ ഇവര് ആളുകൾ പേര് കാണുന്ന പറയണ്ട, ആളുകളൊക്കെ എന്തായാലും അങ്ങനെ സമസ്തന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഹുദവികൾ ഉണ്ട് കൂട്ടത്തില്. അതെ ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ ആളുകളുടെ പേര് പറയാം. അപ്പൊ ഗ്രൂപ്പുകളിൽ പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളും നിരവധി ആളുകളുണ്ട്. കാരണം ഈ വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്രയും ഭയങ്കര അപ്പോ സംഖ്യകളൊന്നും ഒന്നും അല്ല. കാരണം അതെ അതെ തീർച്ചയായും. കാരണം നമ്മൾ ഇത് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലാണ്. കാരണം പല രീതിയിൽ ഇപ്പോ ഉദവികളല്ലാത്ത ആളുകൾക്ക് തന്നെ പല രീതിയിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇതിനെ പിന്നെ സമസ്തനെ അനുകൂലിച്ചു അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ പല ആളുകളും ഇത് ഞങ്ങൾ പറഞ്ഞ തന്നെ ആ രീതിയിൽ സമസ്തൊന്നും അല്ല, നമ്മൾ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന പോലെയാണ്. ആ ഗ്രൂപ്പ് ഒരു കണ്ടു അല്ലേ? അവര് കണ്ടു. അപ്പൊ ഇതൊക്കെ ഒരു വിഷയമാണ്. കാരണം ഇങ്ങനെ ചെയ്യല്ലേ,
നിങ്ങളെ ഇവ ഫോണ് എന്തിന്റെ അല്ല പേരിലാണ് നിങ്ങളെ ഇങ്ങനെ ഫോൺ ഗ്രൂപ്പ് അവര് ഉണ്ടാക്കിയത്? കയ്യിൽ നിന്ന് നിങ്ങളെ സമ്മതത്തോടു കൂടെ അവർ വാങ്ങിയതാണ്, അതല്ല നിർബന്ധാവസ്ഥയിൽ ഒരു പോലീസുകാരൊക്കെ ചെയ്യുന്ന പോലെ അവര് കസ്റ്റഡി എടുക്കുക ചെയ്തത്? അവര് എന്റെ ഫോണ് ഫസ്റ്റത്തെ ഇതിൽ ചോദിക്കുന്നത്, നമ്മള് ഈ ആഷിഫ് സനായി നേരത്തെ പറഞ്ഞല്ലോ, ആഷിഫ് സനായിനെ അറിയോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. പിന്നെ അതിന്റെ ശേഷം ഒരാൾ പറയുന്നു ഫോൺ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല, ഫോൺ അവന് തിരിച്ചു കൊടുക്കണ്ട, നമുക്ക് ത്തിൽ പഠിക്കാനുണ്ട്. കാരണം ഫോണിൽ മൊത്തം നോക്കിയിട്ട് ആരൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഏതൊക്കെ ഉദവികൾ വേറെ ഉണ്ട്, ഇവരെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കണം. ആ ഉദവികൾ കൂടി ഇവിടെ ഒന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഭാഗ്യ ഉസ്താദിന്റെ മുമ്പ് ഒന്ന് വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട്, അപ്പൊ കൊടുക്കണ്ട. അപ്പൊ അതിന് ശേഷം ഈ എല്ലാവരും ഇവരോട് ചോദ്യം ചെയ്യലും വിചാരണയ്ക്ക് ശേഷം ഇനി ഈ ഫോണ് എനക്ക് തരൂല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അതിന്റെ കൂട്ടത്തില് ഒരാൾ പറഞ്ഞത് അത് വെള്ളത്തിലിടാണ് വേണ്ടത്, കാരണം ഇവന് അത്രമേൽ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിലിടണം ഫോൺ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇവര് വാങ്ങി തന്ന ഫോണാണോ അത്? അല്ലല്ല, ഒരിക്കലല്ല. ഇവര് വാങ്ങിയത് എന്റെ പേഴ്സണൽ ഫോണാണ്, നിങ്ങളെ അവിടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഫോണ് ഫോണല്ല. ഇവർക്കത് അതെ അതെ. വാങ്ങാനും പിടിച്ചു വാങ്ങാനും ചോദിക്കാനും ഇവർക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ ആ ഫോണ് കൊടുക്കാൻ, നിങ്ങൾക്ക് അങ്ങനെ ഫോൺ തിരിച്ചു തരാതിരിക്കുമ്പോൾ തന്നെ അതിന് നിയമ നടപടിക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അതെ ഞാന് അവരിത് വാങ്ങിയിട്ടേ, ഫോൺ വാങ്ങിയിട്ട് ഇങ്ങനെ ഇവര് പറയുന്നത് ഇത് 7 വർഷം തടവിലാകേണ്ടി വരും. അപ്പൊ 5 ആളുകൾ കൂടിയിട്ട് അടച്ചിട്ട് റൂമിലാണ് പറയുന്നത്. അതായത് എനിക്കൊരു നിർബന്ധപൂർവ്വം എന്നൊരു ലെറ്റർ എഴുതിച്ചു, എന്തോ ഒരു സംഭവം പ്രിന്റ് എടുത്ത് കൊണ്ടുവന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്, ഇത് 7 വർഷം തടവുള്ള വിഷയമാണ്, അതുകൊണ്ട് ഇജ് ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. എനിക്ക് അപ്പൊ 7 വർഷം തടവ് ഉണ്ടാവുമ്പോ ഇജ് ആ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. അതാണ് സംഭവം. എന്തിനാണ് ഇപ്പൊ ഇത് സമസ്തന്റെ കൂടെ നിന്നു, സമസ്തനോട് മാനസികമായി അടുപ്പം കാണിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റ്. അവിടെയാണ് ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ ഓക്കെ, അവിടെ അപ്പൊ ഈ ഹാദിയയിലെ ഈ വിചാരണ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? വിചാരണ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് എന്നോട് നിസ്കരിക്കണല്ലോ. ഫോൺ തന്നിട്ടില്ല, ഫോൺ അവരുടെ കയ്യിലുള്ളതല്ലേ? ആ ഫോൺ എനിക്ക് കിട്ടുന്നത് നമ്മളെ സമ്മേളനത്തിന്റെ ആദ്യത്തെ, അതായത് എക്സ്പോ കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് എന്നോട് ഫോണിന് വരാൻ വേണ്ടിട്ട് പറയുന്നത്. തിങ്കളാണ് വരാൻ പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം, അടക്കട്ടെ. ഫോണ് ഈ സമയത്ത് ഒക്കെ അവരുടെ കയ്യിലാണ്, ഈ ഹാദിയത്തെ വിചാരണ കഴിഞ്ഞ ഫോൺ അവരുടെ കയ്യിലായി. അതെ അതെ, അവരെ കയ്യിലാണ്, കസ്റ്റഡിയിലാണ് ഇപ്പൊ ഉള്ളത്. ഷെരീഫ് ഉദവിയുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ള ഞാൻ മനസ്സിലാക്കണേ. പിന്നീട് ചാർജറൊക്കെ വേറെ ഉദവിനോട് താഴത്തുനിന്ന് ക്യാബിനിൽ കൊണ്ടുവരാൻ പറഞ്ഞ് അവരെ കസ്റ്റഡിയിലാണ് പിന്നെ ഫോണുള്ളത്. അതിന്റെ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ പിന്നെ അവർ ചെയ്യണേ? നമുക്ക് ദാറുദ്ദീനൊന്ന് പോണം, അവിടെ ബാവാക്കാനി ദിവസാനൊന്ന് കാണാണ്ട്. കാരണം അതിന് മുമ്പ് പറയുന്നുണ്ട് ഇവര് പാണക്കാട് എല്ലാ വീടുകളിലും ഒന്ന് കയറി ഇറക്കണം, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറയണം, പാണക്കാട് തങ്ങന്മാരോട് വിഷയങ്ങൾ പറയണം. അപ്പൊ കൂട്ടത്തിൽ ആരോ പറഞ്ഞ് തങ്ങന്മാരോട് പറയേണ്ട ആവശ്യം ഇപ്പൊ ഇതിലെന്താ? അപ്പൊ ആരിസുദി പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ പറയണ്ടല്ലേ. പിന്നെ അതിന് ശേഷം ഇത് ബാഹുദ്ദീൻ ഉസ്താദിനോടും ഷാഫി അജിനോടും ഒക്കെ ഈ വിഷയം പറയണം, കാരണം ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. പിന്നെ പോകുന്നത് ദാറുദ്ദീനിലേക്കാണ്. അങ്ങനെയാണ് ദാറുദ്ദീനില് ബാഹുദ്ദീൻ ഉസ്താദും ഒരുമിച്ചാ പോകുന്നത്, ഒരു കാറിലാണ് പോയിരുന്നത്. അപ്പൊ ഈ യാത്രേന്റെ ഇടയിൽ ഇത് കാരണം നമ്മൾ തന്നെ ഉള്ളൂ, മാത്രല്ല ചോദ്യങ്ങൾ പിന്നെയും കൂടുതൽ ആവർത്തിക്കാണ്. ഹരാസ് ചെയ്യാ അല്ലേ? അതില് എന്തുവരെ ചോദിക്കുന്നു പറഞ്ഞാല്, നമ്മള് പൊതുപരീക്ഷക്ക് പേര് തിരുത്താൻ വേണ്ടിയിട്ട് മദ്രസയിലെ കുട്ടികളുടെ ഇത് കൊടുക്കുമല്ലോ, തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കുമല്ലോ. അപ്പൊ സമസ്താലയത്തേക്ക് മുമ്പ് ഒരു ലെറ്റർ അയച്ചിരുന്നില്ല, അത് കത്ത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് എടുക്കുമല്ലോ. അപ്പൊ ലെറ്റർ അയച്ച സമസ്താലയത്തേക്ക് എന്ത് കത്ത് അയച്ചിരുന്നത് അതുവരെ ചോദിക്കാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. ദാറുദ്ദീക്ക് പോകുന്നു. അതിനിടയ്ക്ക് തന്നെ നമ്മള് മുമ്പ് എന്തോ ഒരു സുവനീർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സുവനീർ പ്രസിദ്ധീകരിച്ച സമയത്ത് ഒരു പരസ്യം, ആ പരസ്യം ഉണ്ടായതിന്റെ പേരിൽ സമസ്തന്റെ അന്ന് ബാഹുദ്ദീൻ ഉസ്താദ് അവരെ കൂടെ ആയിരുന്നു. അന്ന് ബാഹുദ്ദീൻ ഉസ്താദും ആ വിഷയത്തിൽ ഒരു അവരെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ സമസ്തന്റെ കൂടെ ഷജറ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഉസ്താദ് ഞമ്മക്ക് എതിരായിരുന്നു. അപ്പൊ ചില വിഷയങ്ങൾ അന്ന് ഉസ്താദ് എന്തോ ഒരു വിഷയത്തിൽ ഉസ്താദും എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു വിഷയം പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ദാറുദ്ദീക്ക് അങ്ങനെയാണ് എത്തുന്നത്. അത് ചോദ്യം ചെയ്യൽക്കിടയിലാണ് പിന്നെ അവിടെ എത്തുന്നത്. ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മുമ്പിൽ ഇപ്പൊ നിങ്ങളെ ഹാജരാക്കാൻ കൊണ്ടുപോവാണ്.
അത് ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാ. അതെ. എന്നിട്ട് ആ കഥ പറയും. അത് നമ്മള് മഗ്‌രിബ് മഗ്‌രിബ് നിസ്കാരത്തിനോടനുബന്ധിച്ച സമയമാണ് എത്തുന്നത്. അവിടെ എത്തി. അപ്പൊ ഇവര് നേരെ ആദ്യം ഇജ് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു, എന്നോട് പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, ഇജ് ഇവിടെ ഇരുന്നോ. ഒരു കുറച്ചാളുകൾ ഓല് കയറിയതിനു ശേഷം ഉസ്താദിനോട് ഇത് ആ രീതിയിൽ പറയണല്ലോ ഉസ്താദിനോട്. അപ്പൊ ഉസ്താദിനോട് വിഷയങ്ങൾ അവർ പറഞ്ഞ് പിന്നീട് പിന്നെ അവരുള്ള ടൈമിലേക്ക് എന്നെ വിളിപ്പിച്ചു. അപ്പോ എന്നോട് പറഞ്ഞു, ഇജ് അവിടെ പിന്നെ എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ള അവർ പറഞ്ഞതിന് ശേഷം കുറച്ച് ഉസ്താദ് ആയത്തുകളും ഹദീസുകളൊക്കെ ഓതി തന്ന്. അതില് ഇവരെന്നെ പിന്നെ ഉസ്താദിനോട്, എന്തിനുള്ള ആയത്തുകളും ഹദീസുകളും ആയി ഓതി തരുന്നത്? അതായത് നമ്മൾ ചെയ്തത് പിന്നെ ദാറുദ സംവിധാനത്തിലിരിക്കെ ദാറുദന്റെ ഇപ്പോഴത്തെ വിഷയത്തിലൊക്കെ കാപ്പട്യത്തിനെതിരെ. അതെ നിഫാഖ് എന്നുള്ള വിഷയത്തിൽ ദാറുദക്കെതിരെ സമസ്തക്കെതിരെ നിൽക്കണതല്ലേ വിഷയം. ദാറുദന്റെ ഈ നിലപാടിനോടും വിഷയങ്ങളും. കാരണം ഇപ്പൊ നമ്മളിപ്പോ പ്രധാനമായിട്ട് SMF-ന്റെ ഭരണഘടന തെറ്റിയും മറ്റൊക്കെ, അതൊന്നും കാപ്പട്യ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ നിഫാഖ് ചെയ്തു എന്നുള്ളതാണ് ഉസ്താദ് ഉദ്ദേശിച്ചുണ്ടാകുക. എന്നിട്ട് അതിനുള്ള ആയത്തുകൾ ഹദീസൊക്കെ ഓതിയിട്ട് പിന്നെ ഓല് മുമ്പ് പറഞ്ഞ പ്രകാരം എന്നോട് സനത് ഹാജരാക്കാൻ വേണ്ടിട്ട് പറയണല്ലോ എന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? അപ്പൊ സനത് അത് ബഹാദുദ്ദീൻ ഉസ്താദ് പറയണത്. അപ്പൊ ഈ ബഹാവുദ്ദീൻ ഉസ്താദ് മാത്രമേ അതോ മറ്റേ അവിടുത്തെ ഷാഫി ഹാജിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഷാഫി ഹാജി അപ്പൊ ബഹാദുദ്ദീൻ ഉസ്താദിന്റെ ചാമ്പറും ഷാഫി ഹാജിന്റെ ഇതും വേറെ തന്നെയാണ്. അപ്പൊ ബഹാദുദ്ദീൻ ഉസ്താദിന്റെ അടുത്തേക്കാണ് ആദ്യം പോണത്. ഷാഫി ഹാജി അപ്പോ ദാറുദ്ദീൻ എത്തിയിട്ടില്ല. മഗ്‌രിബിക്ക് ശേഷമാണ് പിന്നെ ഷാഫി ഹാജിനെ കാണുന്നത്. അപ്പൊ എന്നിട്ട് സനത് ഹാജരാക്കണം ഉസ്താദ് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അപ്പൊ പിന്നെ ഇവിടെ വന്ന് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ കൊണ്ടുവരല് പ്രയാസമാണ്, എനിക്ക് കൊണ്ടുവരല് പ്രയാസമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ എങ്ങനെ അത്രയും ദൂരം ഉണ്ടല്ലോ അറിയാം. ദൂരമുണ്ട്. കാരണം ചമ്മാടുന്ന് എനിക്ക് ഇവിടെ എത്തി അങ്ങോട്ട് പിന്നെ കൊണ്ടുപോകണ്ടേ. കാരണം മാത്രല്ല എന്റെ അടുത്ത് എന്റെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കണക്ട് ചെയ്തും മറ്റൊക്കെ എനിക്ക് ഒക്കെ അവരെ കയ്യിലാണ്. പിന്നീട് അവരെ ഫോണിൽ തന്നെ പിന്നെ എന്നാ ഉപ്പാനോട് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു. ഉപ്പാനോട് കൊണ്ടുവരാൻ പ്രയാസമാണെന്നുള്ളത് അവർക്കും അറിയാം. കാരണം സുഖമില്ലാത്ത കാലിനും കയ്യിനും സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അപ്പാക്ക് കഴിയില്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവര് രാത്രി ഇവിടെയുള്ള ഒരു ഹുദവിയെ കണക്ട് ചെയ്തിട്ട് അടക്കാക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അടക്കാക്കുണ്ട് സ്ഥാപനം, അവിടെ സ്കൂളിൽ ക്രസന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, ബദറുദ്ദുജ ഹുദവി. കാളികാവ് ചായയോട് ഭാഗത്തുള്ള ഹുദവിയ. മൂപ്പരെ കണക്ട് ചെയ്തിട്ട് മൂപ്പര് വീട്ടിൽ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോവാ ചെയ്ത്. അത് ഇവര് എന്നെ കൊണ്ട് വിളിപ്പിച്ച്, അതായത് ദാറുലുദ്ദീൻ ഹാരിസ് ഉദവിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിപ്പിച്ചിട്ട് എന്റെ വീട്ടിലേക്കുള്ള റൂട്ട് ബദറുദ്ദുജ ഹുദവിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഞാൻ പിന്നീട് പിന്നെ വീട്ടിലെത്തി. പിന്നെ ഒരു വ്യാഴാഴ്ച വീട്ടിലെത്തിയതിനു ശേഷം, ബുധനോ വ്യാഴാഴ്ച വീട്ടിലെത്തിയതിനു ശേഷം ഉമ്മാനോട് ചോദിച്ചപ്പോ ഞാനും ഹാദിയിലുള്ള ആൾ തന്നെയാണ്, ഹാരിസ് ഉദവി കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങാന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അതാണ് ഓൻ പറഞ്ഞ്. അങ്ങനെ ആ സനത് അവരുടെ കയ്യിലായി. സനത് ഇപ്പൊ എവിടെ ഉള്ളതുള്ള അവരുടെ കയ്യിലായി. അതെ. എന്നിട്ട് ഇപ്പൊ ഈ ബഹാവുദ്ദീൻ ഉസ്താദ് ഇത്ര മാത്രമേ ഈ ആയത്തുകളോ ഹദീസ് ഓതൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഉസ്താദിന്റെ നിലപാടും ഉസ്താദിന്റെ സമീപനമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഉസ്താദിനോട് ഇവരിങ്ങനെ പിന്നെ ഇവര് കൂടി ഒന്നും ഇതാക്കിയിട്ടാണ് പറയുന്നത് വിഷയങ്ങള്. പിന്നെ ഇവര് ഒരുമിച്ചാണ് പറയുന്നത്. ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഉസ്താദ് ഇവനാണ് നമ്മളെ തഹീല് ഉദവികൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞില്ല, അതിൽ ഉണ്ടായിരുന്നു, ഇവനാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ആ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഉസ്താദ് ചോദിക്കുന്നു, ഇതൊക്കെ ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുകൊണ്ട് മെച്ചമൊന്നുമില്ല, പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ലാഭമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയായാലും ഇവർ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉസ്താദ് ഇടയ്ക്കിടെ ചോദിക്കുന്നത് എന്തെങ്കിലും ക്യാഷ് ഇതിന് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ചില വീഡിയോ ക്ലിപ്പുകൾ മറ്റൊക്കെ നമ്മളെ ഫോണിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ പേരിൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ ഉസ്താദ് അങ്ങനെ ചോദിക്കാം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഷാഫി ഹാജിയും പിന്നെ മഗ്‌രിബിക്ക് ശേഷം ഷാഫി ഹാജിനെ കണ്ടപ്പോ ഷാഫി ഹാജി ചോദിച്ചത് എന്താണ് ദാറുലുദ്ദീൻ പിന്നെ ഇവരൊക്കെ ചെയ്ത പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇവര് പറഞ്ഞത് എന്ന് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്മാര് പറഞ്ഞതാണ്. അപ്പൊ ഇവരങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്റെ കയ്യിലുള്ള ഫോണ് പിന്നെ അവര് വാങ്ങി തന്നതാണല്ലോ എന്നാണ് എന്റെ ജ്യേഷ്ഠന്മാര് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ ഷാഫി ഹാജിനെ കണ്ട് ഇറങ്ങി. അപ്പൊ ഇവരിഞ്ഞോട് പറഞ്ഞ്, അതായത് ഒപ്പം പോന്നിരുന്ന ഉദവികൾ, ചോദ്യം ചെയ്തിരുന്ന ഉദവികൾ ഇഞ്ഞോട് പറഞ്ഞ്, എനക്ക് ഫോണ് വാങ്ങി തന്നത് ഷജറകളാണ് എന്നുള്ളതാണല്ലോ ബാവാക്ക പറഞ്ഞതെന്ന് പറഞ്ഞു. ബാവാക്കാനോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശേഷം ഈ സനത് ഇനിയിപ്പോ സനത് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് എന്താ അതിനുള്ള വല്ല പരിപാടികളുണ്ടോ? അത് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചെടുത്ത 12 വർഷം പഠിച്ചെടുത്താണ്. അത് അവിടെ പഠിച്ചു എന്നുള്ളതിനും
അതുപോലെ തന്നെ വിജയിച്ചതിന്റെ ഒക്കെ രേഖകളും തെളിവുകളും എന്റെ അടുത്തുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്റെ അവകാശമല്ലേ, അത് എനിക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അത് ഇൻഷാ അല്ലാ. മൊത്തത്തിൽ അപ്പൊ ഈ ഹുദവികള് ഇപ്പൊ സത്യത്തിൽ ഇവര് ഒരുപാട് അവിടെ പിന്നെ ഇപ്പൊ ഈ പുറത്തും അവിടെയൊക്കെ സമസ്തന്റെ അഡ്രസ്സിലും സമസ്തന്റെ തണലിലുമാണല്ലോ ഇപ്പൊ ഈ ദാറുൽ ഹുദയും ഹുദവികളൊക്കെ സംവിധാനമൊക്കെ ഇങ്ങനെ വളർന്നത്. ഇപ്പോ അവര് അതെ സമസ്തക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സമസ്തന്റെ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇപ്പൊ അവരുടെ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സമസ്തന്റെ സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ നമ്മളൊക്കെ നോക്കി കണ്ടിരുന്നത്. പക്ഷെ ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് എന്തൊക്കെയോ സമസ്തനെ എങ്ങനെയുണ്ട് ഒരു പരുവത്തിലാക്കണം, അല്ലെങ്കിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഉസ്താദുമാർക്കെതിരെ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമസ്ത ഇവിടെ ഒന്നും ആ രീതിയിലൊന്നും അല്ല എന്നുള്ള തെളിയിക്കുന്ന രീതിയിൽ സമസ്തനോടുള്ള കൂറ് എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക അപ്പൊ ഈ ഉമ്മത്ത് മുന്നോട്ട് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഇപ്പൊ നേരത്തെ സംസാരത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് പറഞ്ഞ ഗ്രൂപ്പിൽ വന്ന വിഷയം, ഈ ഉമ്മത്ത് മുന്നോട്ട് പോലത്തെ ഗ്രൂപ്പുകളൊക്കെ ഈ ഹുദവികളെ കയ്യിലാണ് കൈകാര്യങ്ങളാ? അതെ അതെ അതെ, പിന്നെ ഹുദവികളെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഹുദവികളെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതിന്റെ അഡ്മിന്മാരായിട്ട് ഇപ്പൊ പല പേരുകളിലും ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അതൊക്കെ അവരുടെ നമ്പറുകൾ തന്നെയാണ്. മാത്രമല്ല ചിലപ്പോ പിന്നെ ദാറുദ്ദീനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദവികളൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദവിയെ അഡ്മിനാക്കിയൊക്കെ വെച്ചിരുന്നു. ഏതായാലും പിന്നെ കുറെ സമയങ്ങള് പിന്നെ ഈ വിഷയങ്ങൾ സംസാരിച്ചത് പിന്നെ വളരെയധികം സന്തോഷം, നന്ദി. ഇൻഷാ അല്ലാഹ് ഞാൻ ബന്ധപ്പെടാം. അള്ളാഹു താല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ഇത്തരം ഈ ആളുകളുടെ ഒക്കെ ഷെറും ഫിത്തനയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാവലുണ്ടാവും. കാരണം നമ്മൾ ഹക്കിന്റെ കൂടെയാണ്, സമസ്തന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സുന്നത്യമായത്തിന്റെ കൂടെ നിൽക്കുക. അല്ലാതെ വേറെ ദുരുദ്ദേശമോ കുത്തിത്തിരിപ്പൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അതുകൊണ്ട് തീർച്ചയായും മഹാന്മാരുടെ ഒരു മദതും കാവലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ സംസ്ഥാനത്ത് തന്നെയാണ് ജോലി ചെയ്യണത് അല്ലേ? അതന്നെ വലിയ തൗഫീഖല്ലേ. ഏതായാലും ഈ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന ഗോഡൌണുകളൊക്കെ രക്ഷപ്പെടാനും അതിനെതിരെയും എന്തൊക്കെയോ കൂടെ ശ്രമങ്ങൾ എന്തോ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞേ. അതിനെതിരെ അവരൊന്നും നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തായാലും ഈ സംസാരം പിന്നെ എത്തിക്കേണ്ടിടത്തൊക്കെ ഞാൻ എത്തിക്കും ഇൻഷാ അല്ലാഹ്. അതൊന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും നിങ്ങൾക്ക് അള്ളാഹു താല വലിയൊരു ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ആത്മീയ വശം എന്ന് പറയുന്നത് ഹാദിയ പോലെയുള്ള സമസ്തക്കെതിരെ ഗൂഢാലോചനയും തിരിപ്പും ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗോഡൌണിൽ നിന്ന് സമസ്തയുടെ ആദർശം നെഞ്ചേറ്റി നടക്കുന്ന നിങ്ങളെ അള്ളാഹു താല സംരക്ഷിച്ചു. അതിനുവേണ്ടി കുറച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നേ ഉള്ളൂ. ഇപ്പൊ ഏതായാലും നിങ്ങൾ സമസ്താലയത്തിൽ അതിന്റെ ഉള്ളിൽ സമസ്തനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയല്ലോ. അത് വലിയൊരു കാര്യമാണ്.